ഹായ് ഡിയേഴ്സ്, ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത മാഷ ആൻഡ് ബിയർ തീമിൽ നമ്മൾ ചെയ്തെടുത്ത ഒരു മാംഗോ കേക്കായിരുന്നു. 1 kg മാംഗോ ആയിരുന്നു ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ നമ്മളോട് റെഫറൻസ് ഒക്കെ പറഞ്ഞ് ചെയ്തൊരു വർക്കായിരുന്നു കേട്ടോ. അപ്പം ഈ മാഷ ആൻഡ് ബിയർ ആ ഒരു തീമിൽ നമുക്കൊരു വെള്ളച്ചാട്ടം പോലെ അങ്ങനെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1 kgയുടെ കേക്കാണെങ്കിലും ഈ ബേസ് 12 ഇഞ്ചിൻ്റെ ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം അതിൻ്റെ ആ ഒരു തീം അതിനകത്തേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അത്യാവശ്യം സ്പേസ് വേണം. സ്പേസ് കുറഞ്ഞ ബേസ് ആണെങ്കിൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് സ്പേസ് കൂടുതലുള്ള കിട്ടാൻ വേണ്ടിയിട്ട് 12 ഇഞ്ചിൻ്റെ ബേസിലേക്ക് ആ കേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 1 kg റൗണ്ട് കേക്കായിരുന്നു. ആ മുകൾ ഭാഗം കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയതല്ല, അത് തന്നെ താഴത്തേക്ക് ചെരിച്ച് ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ഒരു ചെരിവ് വന്നിട്ടുള്ളത്. പിന്നെ ആ ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് കൊടുത്ത കേക്കിന് ഒരു ലൈറ്റ് ഗ്രേ കളറിന് ഒരു ഫൈനൽ കോട്ടിങ്ങും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ എന്താ പറയുക, നമ്മൾ കല്ല് കെട്ടെന്നൊക്കെ പറയില്ലേ, കരിങ്കല്ല് വെച്ച് കെട്ടുക എന്നൊക്കെ പറയുന്നത് ആ ഒരു രീതിക്കൊന്ന് ആക്കിയെടുക്കാനുള്ളൊരു പണി. അങ്ങനെ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ലൈറ്റ് ബ്ലാക്ക് കളറ് മിക്സ് ചെയ്തിട്ടാണ് ഗ്രേ ആക്കി എടുത്തത്. അതിനകത്തേക്ക് കുറച്ചും കൂടി കളറ് മിക്സ് ചെയ്ത് പൈപ്പിംഗ് ബാഗിലേക്ക് ആ ക്രീം ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം റൗണ്ട് പല ഷേപ്പിന് സർക്കിൾ പോലെ വരച്ച് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ അകത്തേക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാം വരച്ചൊക്കെ കൊടുത്ത് ചുറ്റിനും അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ആ സെയിം നോസിലില്ല പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് മൊത്തം വരച്ചെടുക്കുവാണ് കേട്ടോ. ഫുള്ളായിട്ട് ആ ഫ്രണ്ടിലെ ഭാഗം ഒഴിച്ച് ബാക്കി പോർഷൻ മൊത്തം അങ്ങനെ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം മൊത്തം എല്ലാം കവർ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച ആ ലൈറ്റ് ബ്ലാക്കില്ലേ, ഒരു ഗ്രേ കളർ തന്നെ, അത് ആ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മൊത്തം അതും ഫില്ല് ചെയ്ത് കൊടുത്ത് മൊത്തം കംപ്ലീറ്റ് ചെയ്തെടുക്കും. ഫുൾ കവറിങ് നമ്മൾ ആ റൗണ്ട് വരച്ച് വെച്ചിരിക്കുന്ന ഭാഗത്തും ഫുള്ളായിട്ടത് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കവർ ചെയ്തെടുത്തതിന് ശേഷമാണ് ബാക്കി ചെയ്യാമെന്ന് ഓർക്കുന്നത്. അപ്പോൾ അത്രയും ഭാഗം ഫിനിഷ് ആകുമല്ലോ. അങ്ങനെ ഏകദേശം എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വിട്ടുപോയ ഭാഗമൊക്കെ ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിലേക്ക് ബ്ലൂ കളറ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു വാട്ടറിൻ്റെ ഒരു ഇതാക്കി എടുക്കുന്നത്. മുകളിൽ നിന്ന് ആ ഒരു സൈഡിൽ നിന്ന് ഒഴിച്ചു വിട്ട് നൈഫ് വെച്ച് പയ്യെ ചെരിച്ച് കൊടുത്തപ്പോഴേക്കും ഒരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ താഴത്തേക്ക് ഒഴുകി കിടക്കുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് തങ്ങി നിൽക്കുന്ന രീതിക്ക് നമ്മൾ ആ ഫില്ല് ചെയ്ത് വിട്ടിരുന്ന ഡാർക്ക് ബ്ലാക്ക് കളറുണ്ടല്ലോ, ആ ഒരു സെയിം പൈപ്പിംഗ് ബാഗ് വെച്ച് തന്നെ താഴ്ഭാഗം ഒന്ന് റൗണ്ട് ചെയ്ത് വിട്ടു കേട്ടോ. പിന്നെ ചെയ്യാനുണ്ടായിരുന്നത് ഒരു ഗ്രീൻ ഒരു ബോർഡർ. നമുക്ക് മാഷാക്കും ബിയറിനും നിൽക്കാനുള്ളൊരു സൗകര്യം കൂടി വേണമല്ലോ. അതിൽ മാഷാന് നമുക്ക് മീൻ പിടിക്കാൻ മീൻ ചൂണ്ടയിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മാഷായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പം കസ്റ്റമർ നമുക്ക് അയച്ചു തന്ന പിക്കിൽ ഒരു ഗ്രീൻ കളറിന് ഗ്രാസ് നോസിൽ വെച്ചിട്ട് ഗ്രാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനത് സ്കിപ്പ് ചെയ്യാൻ കാര്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ താഴെയും ഒരു ക്രീം ഫിനിഷിംഗ് ഉണ്ട്. ഇപ്പം തന്നെ ആവശ്യത്തിന് ചുറ്റും ബോർഡറിൽ അത്യാവശ്യം ക്രീം കയറി മൊത്തം ഫിനിഷിങ്. അപ്പം ഓവർ ക്രീമായിട്ട് തോന്നുന്നത് മാംഗോ ആണ് ഫ്ലേവർ. അത് ഈ ഓവർ ക്രീമും കൂടി ആകുമ്പം ഒരു ഓവർ ക്രീം വരണ്ടെന്നുള്ള രീതിക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് ഒരു ഗ്രൗണ്ട് പോലെ ഗ്രീൻ കളറാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പയ്യെ അതൊന്ന് കവർ ചെയ്തിട്ട് ആ ഒരു ബോർഡറും കൂടി സെപ്പറേറ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ വെള്ളത്തിൻ്റെ ആ ഒരു ഭാഗം, വാട്ടറിൻ്റെ ആ ഒഴുകി വന്ന ഒരു ഭാഗവും ആ ഗ്രീൻ ഗ്രൗണ്ടും ഒന്ന് സെപ്പറേറ്റ് തോന്നാൻ പാകത്തിന് ഞാനൊരു ബോർഡറും കൂടി വരച്ച് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്പാച്ചില പാലറ്റ് നൈഫ് വെച്ച് പയ്യെ ഒന്ന് ടച്ച് ചെയ്ത് ഒരു ചെറിയൊരു ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഈ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ചെറിയൊരു യെല്ലോ കളറിന് ചെറിയൊരു പൂവൊക്കെ വരച്ച് കൊടുത്ത് ഒരു ബോർഡറൊക്കെ വരച്ച് കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഈ മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഗ്രീനിഷ് തോന്നിക്കാൻ വേണ്ടിയിട്ട് താഴെ വേറൊരു ഗ്രീൻ കളറും കൂടെ മിക്സ് ചെയ്ത് താഴെ നമ്മുടെ ബേസ് ഒന്ന് ഗ്രീൻ കളറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്രീനിഷ് കളറിൽ ആ ഒരു കളറ് മൊത്തം ബേസ് കംപ്ലീറ്റ്
നമ്മൾ ആ ഒരു കളറാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം ഫിനിഷ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇങ്ങനെയായിരുന്നു. ഇത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട്. അങ്ങനെ അത് ഫിനിഷ് ചെയ്ത് പിന്നെ മാഷാന വെക്കണമായിരുന്നു. മാഷാന എല്ലാം നമ്മൾ പ്രിൻ്റ് എടുക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രിൻ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ മാഷയുടെ കയ്യിൽ ഒരു ചൂണ്ടിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞാൽ കയ്യിൽ നമ്മുടെ ഒരു സ്റ്റിക്ക് കൊടുത്തിട്ട് അതിനകത്ത് ഞാൻ ഈ എന്താ പറയുക, നമുക്ക് കേക്കിൻ്റെ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന നമ്മൾ ടോപ്പറൊക്കെ സ്റ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പി ഉണ്ടല്ലോ, വണ്ണം കുറഞ്ഞ് ആ ടൈപ്പ് വൈറ്റ് കളറിനുള്ള ഇതാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ നേരെ വെക്കുമ്പോൾ ആ മാഷാൻ്റെ കൈ പൊങ്ങിയാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു പ്രകാരത്തിൽ ചെരിച്ചും താത്തിയൊക്കെയാണ് ആ മാഷാൻ്റെ ബിയറിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ മാഷാനും വെച്ചു, ബിയറിനെയും വെച്ചു, മാഷയുടെ കയ്യിൽ ചൂണ്ടയിടാനുള്ള സെറ്റപ്പൊക്കെ കൊടുത്തു. അങ്ങനെ മാഷാൻ്റെ ബിയറും നല്ല സെറ്റായിട്ട് അവിടെ നിന്നിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് 2 ബട്ടർഫ്ലൈ വെക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബട്ടർഫ്ലൈയും വെച്ച് മോളുടെ പേരൊക്കെ എഴുതി വെച്ച് ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം കസ്റ്റമർ പറഞ്ഞ പോലെയൊക്കെ തന്നെ നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. വേറെ റെഫറൻസ് ബുക്ക് എനിക്ക് തന്നിരുന്നു കേട്ടോ. അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പാക്ക് ചെയ്ത്, കാരണം ഇവിടെ ഞങ്ങളുടെ ചെറിയ ആളുടെ ഏറ്റവും ഫേവറേറ്റ് കാർട്ടൂണാണ്, ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ് ഈ മാഷാൻ്റെ ബിയറും. ഇത് ഞാൻ ആൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ ഫിനിഷ് ചെയ്ത് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. കാരണം അല്ലെങ്കിൽ ആൾക്കിത് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ആവശ്യമാവും. അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കസ്റ്റമർ കളക്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്തു വിട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുമ്പോഴാണെങ്കിൽ എപ്പോഴും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്